നിശാഗന്ധി പൂത്തപ്പോൾ. അഗ്രി ലേഡി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിശാഗന്ധി ആദ്യമായി എൻ്റെ വീട്ടിൽ വിടർന്ന വിശേഷങ്ങളാണ് കാണിക്കുന്നത്. ഞാനും എൻ്റെ കൊച്ചുമോനും കൂടി ഇത് രാത്രി 7 മണി തൊട്ട് വിടരുന്ന് നോക്കി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ ക്യൂൻ ഓഫ് നൈറ്റ് അല്ലെങ്കിൽ പ്രിൻസ് ഓഫ് നൈറ്റ് എന്ന് പറയപ്പെടുന്ന ഈ നിശാഗന്ധി എപ്പിഫില്ലം ഓക്സിപെറ്റാലിയ എന്നാണ് അതിൻ്റെ ശാസ്ത്രീയ നാമം. ഒരു കാറ്റ്കസ് വർഗത്തിൽപ്പെട്ട ചെടിയാണിത്. ഇതാണിപ്പോൾ ഈ നിശാഗന്ധിയുടെ ചെടി, നമ്മളെ വീട്ടിലുള്ള ഈ ചെടി. അതിൻ്റെ ഈ പൂമൊട്ട് വിടർന്ന് വലുതായി ഇന്ന് വിടരാനുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ ഓരോ സമയത്തും ഒരു 7 മണി തൊട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ വിടരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പൂമൊട്ടാണ്. ഈ പൂമൊട്ടിൻ്റെ ഓരോ ഭാഗങ്ങൾ നമുക്ക് വിടരുന്നത് ഇങ്ങനെ കാണാം. രാത്രി മാത്രമേ ഇതും വിടരുള്ളൂ. അപ്പോൾ ഒരു 10 മണി 10:30 ആയിട്ടാണ് ഇത് ഫുള്ളായിട്ട് വിടർന്ന് നമ്മൾ കണ്ടത്. രാത്രിയിൽ മാത്രം പൂത്ത് സുഗന്ധം പടർത്തുന്ന കാറ്റ്കസ് വർഗത്തിൽപ്പെട്ട ഒരു ചെടിയാണിത്. ഇതിന് സംസ്കൃതത്തിൽ ബ്രഹ്മകമലം എന്നും പറയുന്നുണ്ട്. പൂമൊട്ടുകൾ വളർന്ന് വലുതായി രാത്രിയിൽ കണ്ടില്ലേ, ഇതിപ്പോൾ കുറേ വിടർന്നു. ഇതാണ് അതിൻ്റെ ഉൾഭാഗം നമ്മൾ കാണുന്നത്. നല്ല ഭംഗിയുള്ള പൂവാണ്, നല്ല വലിപ്പമുള്ള പൂവ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ പൂവ് കാണുമ്പോൾ നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഫ്ലവറും ഇതും തമ്മിൽ നല്ല സാമ്യമുണ്ട്. പൂർണ്ണമായി ഇത് വിടരാൻ ഒരു 10:30 മണിയായിട്ട് ഉണ്ട്. ഇതിൻ്റെ ചെടി നമ്മൾ ചെടിയുടെ തൈകൾ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ സ്റ്റെം കട്ടിങ്സ് എടുത്തിട്ട് ആണ് നമ്മൾ ചെടി ഉണ്ടാക്കുന്നത്. നല്ല ഭംഗിയുള്ള പൂവാണ്. അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ സ്റ്റിഗ്മ, അതിൻ്റെ സ്റ്റെയ്മന് എല്ലാം നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും രാത്രി ഉറക്കമൊഴിച്ച് നോക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും ആ പൂവ് ഫുള്ള് കുമ്പിപ്പോയിട്ടുണ്ടായിട്ടും ഇതാണ് ഫുള്ളായിട്ട് വിടർന്ന ഒരു സ്റ്റേജിലുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെ ഓരോ സമയം വന്ന് നോക്കി കാത്തിരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.